മുഹമ്മദ് എന്നുള്ള പേര് റസൂലുള്ളാഹിന്റെ പേരാണ്. ഇവിടെ മുഹമ്മദ് എന്ന് പേരുള്ള 20 വയസ്സിന്റെ താഴെയുള്ള കിടാക്കൾ ആരെങ്കിലും കൈവെക്കോ? ചെറുപ്പക്കാർ, കുട്ടികൾ 20 വയസ്സിന്റെ താഴെയുള്ളവർ മുഹമ്മദോ അഹമ്മദോ ഉള്ളവരുണ്ടോ? മുന്നിക്ക് വന്നിരിക്ക, ഇവിടെ വന്നിരിക്കുക. ഇതർ ബൈട്ടോ എന്താ പേര്? മുഹമ്മദ് അനസ്, അയാസ്, അഹമ്മദ് എന്ന് പറയില്ല, അഹ്മദ് അങ്ങനെ പറഞ്ഞാൽ മതി. മുഹമ്മദ് പറയുമ്പോ മീമിന് ശബ്ദ വേണം. എന്താ പറയാ? അഹ്മദ്. ഗർഭം ജനിച്ചാറാം, ഗർഭം വയറ്റിലെ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ള തായാറി ദാരെന്ന് കേട്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകന റഹ്മത്തുൽ കബീറെന്ന് ചൊന്നോവർ. ആ കുട്ടീന്റെ പേര് അഹമ്മദ് കബീർ ആയതുകൊണ്ട് ആ പേരിനെ പറ്റി ഞാൻ പാടിയതാ. മനസ്സിലായി? പല ആ കുട്ടികളെയും പേര് മുഹമ്മദ് ഉണ്ട്. ഈ കുട്ടിന്റെ പേര് മുഹമ്മദ് അല്ലേ? കിടാവിന്റെ പേരെന്താ? അഹമ്മദ്. പടച്ചോനെ, ഈ കിടാക്കൾക്ക് അഹമ്മദ് എന്ന് പേരിട്ട വാപ്പ, അല്ലെങ്കിൽ ബാപ്പാന്റെ വാപ്പ, അല്ലെങ്കിൽ ഉമ്മാന്റെ വാപ്പ, എനിക്ക് പേരിട്ടതാരാണ്? എന്റെ രക്ഷിതാവാണ്. എന്റെ ബാപ്പാന്റെ ഉമ്മ എന്നോട് പറയും, എടാ നിനക്ക് ഞാൻ ആ പേരിട്ടത്. എന്നോട് പറയാ, എന്താ നിന്റെ പേര് മുഹമ്മദ് മുസ്തഫയാ. റസൂലുള്ളാഹിന്റെ പേരിട്ടാൽ അത് വലിയ ബറക്കത്താണ്. റിഫായി ശൈഖ് എന്ന് പറയുന്ന വലിയ മഹാൻ. റിഫായി ശൈഖ് ആരാന്നറിയോ? റസൂലുള്ളാഹിന്റെ കാലശേഷം എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച മഹാനാണ്. റസൂലുള്ളാഹിന്റെ കാലശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ട് ജനിച്ച മഹാനാണ്. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. മുഹിദ്ദീൻ ഷെയ്ഖ് വഫാത്തായിട്ട് എത്ര കൊല്ലായി? മുഹിദ്ദീൻ ഷെയ്ഖ് വഫാത്തായിട്ട് എത്ര കൊല്ലായി? ഏകദേശം സുമാർ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? 900 കൊല്ലത്തിന്റെ അടുത്ത് കൊല്ലായി. കറക്റ്റ് അല്ല പറഞ്ഞത്, സുമാർ. എത്ര കൊല്ലായി അവർ വഫാത്തായിട്ട്? 900 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 900. ഇവിടെ 900 എന്ന് പറയൂല, 900. ഞങ്ങളുടെ നാട്ടില് 900 എന്ന് പറയും. അപ്പൊ എത്ര കൊല്ലായി? ആര്? മുഹീദ്ദീൻ ഷെയ്ഖ് വഫാത്തായിട്ട് 900 കൊല്ലമായി. ഏകദേശം 800-ലധികം കൊല്ലമായി ആര് വഫാത്തായിട്ട്? റിഫായി ഷെയ്ഖ് വഫാത്തായിട്ട്. ആ റിഫായി ഷെയ്ഖ് തങ്ങളെ അവരെ ഉമ്മാന്റെ പള്ളയിൽ ഗർഭമായ സമയത്ത് റിഫായി ഷെയ്ഖ് ആരാന്നറിയോ? ഹുവൽ റിഫാഇയു ഹുവൽ കബീറു മൻ ഖബ്ബലൽ യദൈനി വശഹിറു. അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട നേതാക്കളിൽപ്പെട്ട ഒരാളാണ്. സ്വഹാബികളാണ് ഏറ്റവും വലിയ നേതാക്കന്മാർ. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ ആരാണ്? സ്വഹാബികളാണ്. ആരാണ്? സ്വഹാബികളാണ്. അള്ളാഹു ആ ഉത്തരം പറയുന്നവർക്കൊക്കെയും ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ്. ആരാ ഉത്തരം പറഞ്ഞത്? ചെറിയ കിടാക്കളൊക്കെ ഉണ്ട്, പിന്നെ എന്നെ പോലെ താടിയും മീശയും നരച്ചുപോയ കിടാക്കളും പറയുന്നുണ്ട്, ഉത്തരം പറയുന്നുണ്ട്. എല്ലാവർക്കും മുൻകർ എന്ന് പറയുന്ന ആ നക്കീർ എന്ന് പറയുന്ന മലക്കിന്റെ ചോദ്യത്തിനിക്ക് ഉത്തരം കൊടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. അപ്പൊ റിഫായി ഷെയ്ഖ് ആരിൽപ്പെട്ടവരാണ് മോനെ? എടാ അഹമ്മദ് കബീർ, റിഫായി ഷെയ്ഖ് ആരിൽപ്പെട്ടവരാണ്? ഔലിയാക്കളിൽപ്പെട്ടവരാണ്. ഔലിയാക്കളെ വലിയ നേതാക്കൾ ആരാണ്? ഏറ്റവും വലിയ നേതാക്കൾ ആരാണ്? സ്വഹാബികളാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് അല്ലാന്ന് ഞാൻ പറയാൻ പോണം. മുഹീദ്ദീൻ ഷെയ്ഖിനേക്കാൾ ഏറ്റവും വലിയ ഔലിയാക്കന്മാരില്ലേ? ഉണ്ട്. അതപ്പോ ഞാൻ പറയാൻ പോണേ. മുഹീദ്ദീൻ ഷെയ്ഖിനേക്കാളും വലിയ ഔലിയാക്കളില്ലേ? ഉണ്ട്. ആരാള്ളത്? അത് സ്വഹാബികളാണ്. ആരാ സ്വഹാബത്ത്? അള്ളാന്റെ റസൂലിന്റെ കൂടെ മുഅ്മിനായിട്ട് ഹബീബായ നബി തങ്ങളെ മുമ്പിൽ, ഹബീബായ റസൂലുള്ളാന്റെ മുമ്പിൽ ഒരു സെക്കൻഡെങ്കിലും ഹബീബായ നബിയുടെ മുമ്പിൽ ഈമാനോടുകൂടി ഒരുമിച്ച് കൂടിയിട്ട് മുഅ്മിനായി ജീവിച്ചിട്ട് അതേ ഈമാനോടുകൂടി വഫാത്തായ നേതാക്കളില്ലേ? ലക്ഷക്കണക്കിന് നേതാക്കളില്ലേ? സ്വഹാബികളില്ലേ? അവരെ ഏറ്റവും വലിയ നേതാവ് ആരാണ്?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു, ഉറക്കപ്പറ മോനെ. റളിയല്ലാഹു അൻ ആഹ്ലിൽ ബദരി റളിയല്ലാഹു അനിൽ ശുഹദാ. ഈ എല്ലാവരും ചൊല്ലിക്കോ. ബദരീങ്ങളെ മദ്ഹാണ്. ബദരീങ്ങളെ മദ്ഹ് പറയുന്ന ഒരു മജ്ലിസിൽ ഇരുന്നാൽ കൊടിയോനെ കുലത്തെ ഗസ്വത്തുൽ അഅ്ളം കുവലൈ കേട്ടിടുവോർക്കാമേ. ബദരീങ്ങളെ മദ്ഹ് പറയുന്ന ഒരു സദസ്സിലിരുന്നാൽ കോനവൻ പൊറുക്കും 7 ആണ്ട പിഴ, 7 കൊല്ലത്തെ ദോഷങ്ങൾ അല്ല പൊറുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തേ പറഞ്ഞത്? കൊടിയോനെ കുലത്തെ ഗസ്വത്തുൽ അഅ്ളം കുവലൈ കേട്ടിടുവോർക്കാമേ. കോനവൻ പൊറുക്കും 7 ആണ്ട പിഴയുണ്ട് കോറീനർ ഉലമത്തമേ. ബാർത്തുമു തണിക്കൂട്ടത്താശ തിരുതരുൾ മഹമൂദർ നബി വാശുന്നേ. ഭാഷ്കയും പരീക്ഷയും കുടൈദീനും മാർഗവും വള്ളറി വീശുന്നേ. പോർത്താനെ നെടിൽ കൊടുത്തോ കൈകളോ മറ്റും പോയി മാനം ഒരുക്കി കൂട്ടി. പൂവിൽ നടത്താൻ സ്വഹാബൈ വിട്ടുതിട്ടും പുകളോരോ ജയങ്ങൾ കിട്ടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാ ഈ മജ്ലിസിൽ വന്ന എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ്. മഴ പെയ്തപ്പോൾ ചെറിയ തണുപ്പുണ്ട്, പുരയിൽ കിടക്കണം എന്നങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. എന്നിട്ടും വന്നല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മുഖം കാണുക എന്നുള്ളത് ഒരു സന്തോഷമാണ്. സ്വർഗത്തിൽ നമുക്ക് മുഖം കാണണം, തമ്മിൽ കാണണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ എനിക്ക് ഈ ദൂരത്തേക്ക് കാഴ്ച കുറവാണ്. ആ ബാക്കിലുള്ളവരൊക്കെ ഒന്ന് ഫ്രണ്ട് മോനെ ഒന്ന് ആ കുട്ടികൾ വന്ന അല്ലാഹു ബർക്കത്ത്. അത് ആ കുട്ടി SLCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാം പെട്ടെന്ന് എണീക്ക്, മുന്നിക്ക് വാ. ഹൈറായ നിരക്കുള്ള വിജയം ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാഹ്. ആ കിടാവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മുഖം കാണുന്ന കോലത്തിലിരിക്ക്. ആ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? SLC കഴിഞ്ഞില്ലേ? 9ാം ക്ലാസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. 10ാം ക്ലാസ്സിലാണ്. മുമ്പ് ഇരിക്കും. അടുത്ത കൊല്ലം എന്തിനു വേണം? നല്ല ഒരുപാട് A+ പാസ്സാകണം. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ കൊടിയ ശത്രുവായിരിക്കുന്ന അബൂജഹലിനെ കൊലപ്പെടുത്തിയ യുദ്ധം അതേത് യുദ്ധാണ്? ബദറാണ്. ആ ബദരീങ്ങളെ ചരിത്രം ഭരണ മജ്ലിസിൽ വന്നിരുന്നാൽ കോനവൻ പൊറുക്കും 7 ആണ്ട പിഴ, 7 കൊല്ലത്തെ ദോഷം അല്ല പൊറുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. മുഹീദ്ദീൻ ശൈഖ് ഔലിയാക്കളുടെ നേതാവാണ്, ശരിയാണ്. അത് സ്വഹാബത്തിന്റെ ശേഷമുള്ളവരായ ഔലിയാക്കളുടെ നേതാവാണ്. സ്വഹാബത്തിന്റെയും സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാ കാലത്തുള്ളവരാ? സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ശേഷമുള്ളവരായ ദീന് ഫസാദായ കാലഘട്ടത്തിൽ ദീന് മൊത്തം ഫസാദായി, ഭൂമിയിൽ ദീനിന്റെ അടയാളം ഇല്ലാതായി, ബിദ്അത്ത് വ്യാപകമായി, ദുർമാർഗങ്ങൾ വ്യാപകമായി. അപ്പോൾ മുഹീദ്ദീൻ ദീനിനെ ഹയാത്താക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു നിയോഗിച്ച വലിയന്റെ പേരാണ് മുഹീദ്ദീൻ ശൈഖ്. ആ മുഹീദ്ദീൻ ശൈഖിനെക്കാളും എത്രയോ മേലെ ഉള്ള ദറജ ഉള്ളവരാണ് ആര്? സ്വഹാബത്ത്. സ്വഹാബികൾ എന്നും പറയാം. സ്വഹാബികൾ ആരെ കാലത്ത്? റസൂലുള്ളാഹിന്റെ കാലത്തുള്ളവരാണ്. റസൂലുള്ളാഹിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഈ ദുനിയാവിൽ ഉണ്ടായ ഒരൊറ്റ സെക്കൻഡ് ഈമാനോടുണ്ടായവരാരാ? അവരല്ലേ സ്വഹാബത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏറ്റവും വലിയ പദവി ഉള്ള സ്വഹാബി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരാണ് സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ നേതാവ്. ഔലിയാക്കളെ ഏറ്റവും വലിയ നേതാവ് ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. ആരാണ്? റളിയല്ലാഹു അൻഹു. വഫാത്താകാൻ നേരത്ത് മനസ്സിലായോ? എന്തേ പറഞ്ഞത്?
അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ വലിയാണ്. ഇപ്പൊ അടുത്ത് മരിച്ചുപോയ വഫാത്തായി പോയ ശൈഖുന CM വലിയുള്ള അള്ളാന്റെ ഔലിയാക്കളിൽ പെട്ടവരാണ്. ഈ കാസർഗോഡ് അന്തിയുറങ്ങുന്ന മാലിക്കുദ്ദീനാർ സുപ്രസിദ്ധ സൂഫി വര്യൻ മാലിക്കുദ്ദീനാറോ സൂഫികൾ കരജനായ സൗരഭ പൊന്നൂറോ. അവരൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരിൽ പെട്ടവരാണ് അല്ലെ. എന്നാ ഏറ്റവും വലിയ വലിയാരാണ്? ഏറ്റവും വലിയ പദവിയുള്ള വലിയാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ ഹിജ്റയുടെ സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ള പോകാൻ ഒരുങ്ങണേന്റെ ഏതാനും 3-4 ദിവസം മുമ്പ് തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട സിദ്ദീഖേ, നമുക്കൊരു യാത്ര പോകാനുണ്ട് സിദ്ദീഖേ, എപ്പോഴും ഒരുങ്ങി നിൽക്കണം എന്ന് ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരോടാ പറഞ്ഞത്? ഉറക്കപ്പറ, ആരോടാ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ് എന്നുള്ള പേര് പറഞ്ഞതില്ലേ? പഠിച്ചോനെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൈപിടിക്കാൻ നമ്മളെ പ്രിയപ്പെട്ട ആ സഹോദരനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ആരാ പറഞ്ഞത്? എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങളാ പറഞ്ഞല്ലേ? ആ, മൂപ്പരെ പേരെന്താ? നിങ്ങളെ പേര് അബൂബക്കർ അല്ലേ? മുഹമ്മദ്. ആയിക്കോട്ടെ, അള്ളാഹു പറഞ്ഞോൽക്കും പറയാത്തോൽക്കും സിദ്ദീഖ് തങ്ങളെ കൈപിടിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാന്റെ ഹബീബായ റസൂലുള്ള അന്ന് രാത്രി വന്നു. ചുറ്റുഭാഗത്ത് നബി തങ്ങളെ വീടിന്റെ ചുറ്റുഭാഗത്ത് 100 ആള് വീട് വളഞ്ഞിരിക്കുകയാണ്. എപ്പോഴാ മുഹമ്മദ് ഇങ്ങനെ എണീക്കണ്? അപ്പ വെട്ടണം. ആരാ വെട്ടുക? ആർക്കും വെട്ടം. 100 ആളെ കയ്യിലും 100 വാളാണ്. ഒരാളെ കയ്യിൽ 1 വാള്. അപ്പൊ 100 ആളെ കയ്യിൽ എത്ര വാള്? 100 വാള്. അങ്ങനെ വെട്ടാൻ വേണ്ടി റെഡിയായി ഇങ്ങനെ നിൽക്കുക. അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? കുറച്ച് മണ്ണുങ്ങട് വാരിയിട്ട് അതാ ഷാഹത്തിൽ ഒരറ്റ ഇറങ്ങട്ടെറിഞ്ഞപ്പോ 100 കുഫാറിന്റെയും കണ്ണില്, കാഫിരീങ്ങളെ കണ്ണില് മണ്ണ വീണ്. മണ്ണായിട്ട് എന്തായി? കണ്ണിന് കാഴ്ചയില്ല. മണ്ണായതുകൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാതിരിക്കോ? ഇത് കാഴ്ച പോയി. എത്ര ആളെ കണ്ണില്? 100 ആളെ കണ്ണില്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. കുറച്ച് ഒരു പിടി മണ്ണുകൾ എടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞപ്പോ ഇവിടെ ഒരുപാട് ആളുണ്ട്. ഇപ്പൊ ഈ സദസ്സിൽ ഒരു 10, 60, 70, 80 ആളുണ്ട്. ഞാൻ പറഞ്ഞാണ്ട് എറിഞ്ഞാല് ഈ ഉള്ള ആൾക്കാരെ കണ്ണിലൊക്കെ ഫുള്ളായിട്ട് തട്ടുവോ? ആവോ? മണ്ണാവോ? ആവൂല. എന്നാ റസൂലുള്ള എറിഞ്ഞപ്പോ അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. എല്ലാരെ കണ്ണിലും ആയി. തല്ലമീൽ നബി ത്വാഹ മുഅ്ജിസത്താ താരത്തിൽ ചുരുക്കിനാൽ തിരിത്തം വാർത്ത തരത്തിൽ നബി ത്വാഹ മുഅ്ജിസത്താ തരത്തിൽ നബി ത്വാഹ മുഅ്ജിസത്താ തരത്തിൽ ചുരുക്കിനാൽ തിരിത്തം വാർത്ത പല ദിക്കിൽ ശൂരോദികളായി. ഒരൊറ്റ പിടി മണ്ണങ്ങട്ട് വാരി എറിഞ്ഞപ്പോ എത്ര ആളെ കണ്ണില്? 100 ആളെ കണ്ണിൽ. ഹബീബായ തങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇവർക്ക് കണ്ണിന് കാഴ്ചയില്ല. കുറെ സമയം ഇതെന്താ പറ്റിയത്? കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. അതിന് അള്ളാന്റെ റസൂലിന്റെ തലെടുക്കാൻ വേണ്ടി വന്നിട്ട് കണ്ണിന് കാഴ്ചയില്ലല്ലോ, എന്താ സംഭവിച്ചു പോയി? വാട്ട് ഹാപ്പൻഡ്? തേങ്ങാപ്പുണ്ണാക്ക ഹാപ്പൻഡ് ആയത്. അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കാൻ വന്നപ്പോ അള്ള കൊടുത്തതാണ്. അതിന്റെ ഇടയിൽ കൂടെ റസൂലുള്ള 100 മനുഷ്യന്മാരുടെ ഇടയിലൂടെ ഹബീബായ റസൂലുള്ള പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഒരു കുട്ടിയുണ്ട്, ഒരു കുട്ടിയാണ് വീട്ടില്. ആ കുട്ടിയോട് റസൂലുള്ള പറയാണ്, മോനെ, ഒരു ചെറിയ കിടാവുണ്ട്. എവിടെ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരന്റെ ഉള്ളിൽ. ബാക്കിലേക്കാകാൻ പാടില്ല, മുന്നിലേക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുന്നിക്ക് ഖൈറിന്റെ വിഷയത്തിൽ മുന്നിക്ക് ആകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുന്നിലേക്ക് ആകാൻ
ആകെ 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 ചലോ അങ്ങനെ ആകാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ എന്തേ പറഞ്ഞത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സിദ്ദീഖ് തങ്ങൾ റെഡിയാണ്. എപ്പോ റസൂലുള്ളാഹ് വന്നാലും പോകാൻ റെഡിയാണ്. അതേ സ്വന്തം ജനിച്ച നാടായ മക്കയിൽ ജീവിക്കാൻ ശത്രുക്കൾ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്, നബിയെ 500 കിലോമീറ്റർ വടക്കു ഭാഗത്തുള്ള നാട്ടിലേക്ക് മദീനയിലേക്ക് പോയിക്കോളൂ നബിയെ. ഇവിടെ ഈ മക്ക എന്ന രാജ്യത്ത് ഇനി ജീവിക്കേണ്ടതില്ല നബിയെ, പോകാം. എവിടേക്ക്? വടക്കു ഭാഗത്താണ്. മക്കയിൽ നിന്ന് വടക്കു ഭാഗത്തുള്ള ഏത് നാട്ടിലേക്ക്? മദീന എന്ന നാട്ടിലേക്ക് പോകാൻ ഓർഡർ കിട്ടുമ്പോ റസൂലുള്ളാഹ് എന്ത് ചെയ്തു? ആ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ ഉള്ളിലുണ്ട് ചെറിയ കുട്ടി, മൂത്താപ്പാടെ മോനാണ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാടെ മോനായ ബറക്കത്താക്കപ്പെട്ട ചെറിയ കുട്ടിയാണ്. എന്താ കുട്ടിന്റെ പേര്? പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ മകളെ പുതിയാപ്പിളയായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ച ഒരു ഉസ്താദല്ലേ? എന്നാ ഇവിടെ അല്ലെങ്കിൽ ദുനിയാവെന്ന് വെച്ചിട്ടില്ലെങ്കിൽ ആഖിറത്തുന്നെങ്കിലും കിടാക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെയാണ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഗതി. സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അല്ലാഹ് നിങ്ങളോട് ചോദിക്കും. ഇൻഷാ അല്ലാഹ് അതിന്റെ ഉള്ളിലേക്കൊന്ന് കയറി കിട്ടാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ചോദിക്കുമ്പോ ഓരോരുത്തർ പറയും, ഉസ്താദ്മാരൊക്കെ ചിലപ്പോ ഉസ്താദുമാര് വലിയ എന്റെ ഉസ്താദ് പറയലുണ്ട്, ശൈഖുന കാന്തപുരം ഉസ്താദ് പറയാറുണ്ട്, പലപ്പോഴും പറയലുണ്ട്, സ്വർഗത്തിലെത്തിയാൽ എനിക്കുള്ള ആഗ്രഹം അവിടുന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ, റസൂലുള്ള പറഞ്ഞ വാചകങ്ങൾ, റസൂലുള്ള പറഞ്ഞതായ ചരിത്രങ്ങൾ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ജാമിഉ സ്വഹീഹുൽ ബുഖാരി സ്വർഗത്തിൽ നിന്ന് ദർസ് നടത്താനാണ് എന്റെ ആഗ്രഹം. ഇമാം ബുഖാരി ജനിച്ച വർഷം അറിയണേ, 94 പിന്നെ 100 കൂട്ടണേ. അതേ ഔലിയാക്കളിൽപ്പെട്ടൊരു നേതാവാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ഉസ്താദ് പറയാണ്, കാന്തപുരം ഉസ്താദ് പലപ്പോഴും പറഞ്ഞു കേട്ടതാണ്, സ്വർഗത്തിലെത്തിയാലും എനിക്കെന്ത് വേണം? ബുഖാരി ദർസ് നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെയുള്ള ഉസ്താദുമാരെ ദർസിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ നമ്മൾക്ക് സ്വർഗത്തിലും തൗഫീഖ് നൽകണേ അല്ലാഹ്. കേരളത്തിലെ പ്രഗത്ഭരായ വലിയ ആലിമീങ്ങൾ വഫാത്തായി പോയില്ലേ? കാഞ്ഞങ്ങാട് ഖാദിയായിരുന്ന പി.എ. അബ്ദുല്ലാഹ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, നമ്മൾ പറയില്ലേ ആര്? CM ഉസ്താദ്, ചെമ്പരിക്ക ഖാദിയായിരുന്ന CM അബ്ദുല്ല മുസ്ലിയാർ വലിയ ആലിമാണ്, വലിയ കിതാബ് തിരിയുന്ന വലിയ ഉസ്താദാണ്, വലിയ മുദർരിസായിരുന്നു. എന്നാൽ ഒരു കാര്യം നമുക്കറിയാത്തൊരു കാര്യമുണ്ട്. ഈ CM അബ്ദുല്ല മുസ്ലിയാരെ പ്രധാന ഉസ്താദ് ആരങ്ങൾക്കറിയോ? CM അബ്ദുല്ല മുസ്ലിയാർക്ക് പ്രധാനപ്പെട്ട ഫന്നിന്റെ കിതാബുകളൊക്കെ ഓതിക്കൊടുത്ത ഉസ്താദ് ആരാന്നറിയോ? അത് പലരും മറന്നു പോകാറുണ്ട്. ആ ഉസ്താദിന്റെ പേരാണ് ശൈഖുന താജുൽ ഉലമാ ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ. അതേ വഫാത്തായി പോയി. എല്ലാവരും, ചെമ്പരിക്ക ഖാദി വഫാത്തായി പോയി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ ഉസ്താദ് വഫാത്തായി പോയി. ശൈഖുന ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ്. അല്ലാഹു തആല അവരെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായ കാലത്ത് ആ പ്രസിഡന്റായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ ബഹർ പോലത്തെ വലിയ ആലിമായ ആ ഉസ്താദിന്റെ ശിഷ്യനാണ് വാഴക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, മലപ്പുറം ജില്ലയിലെ വാഴക്കാടെന്ന നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ പഠിച്ച ശിഷ്യനാണ് ആര്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ ഉസ്താദ്. അതുപോലെ തന്നെ അന്നത്തെ ചെറിയ കുട്ടിയാണ് കോടമ്പുഴ ബാവ ഉസ്താദ്. സുഹൃത്തുക്കളെ, സമസ്തയുടെ പ്രസിഡന്റായപ്പോഴും
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായപ്പോഴും അതാ ഉള്ളാളം മുദർരിസാണ് പലപ്പോഴും അധ്യക്ഷൻ. എന്തുകൊണ്ട്? കണ്ണിയത്ത് ഉസ്താദിനിക്ക് അതേ സയ്യിദന്മാരോട് തങ്ങന്മാരോട് അത്ര വലിയ ആദരവാണ്. സമസ്ത 2 ഗ്രൂപ്പായതിനു ശേഷം, സമസ്ത 2 ഗ്രൂപ്പാകുന്നതിന് മുമ്പ് ഉള്ളാളത്തെ പല ഉറൂസിനും കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാറുണ്ട്. 2 അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വാസ്തവത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മൗലിദ് കഴിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. തറാവീഹിന്റെ റക്അത്തിന്റെ വിഷയത്തിൽ സുന്നി പണ്ഡിതന്മാർ തമ്മിൽ എത്ര സംഘടന ഉണ്ടെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലണോ ചൊല്ലണ്ടേ, തെറ്റാണോ അല്ലേ, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. സംഘടനാപരമായ ചില വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനു ശേഷം ഉള്ളാളത്തെ ഉറൂസ് ഉണ്ടായി. അപ്പോ ഉള്ളാളത്തെ കമ്മിറ്റിക്കാരും ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ തങ്ങളും എല്ലാരും കൂടി കാറിൽ പോയി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ആ വീട്ടിൽ അക്കാലത്ത് കുറച്ചങ്ങോട്ട് നടന്നു പോകണം. വീട്ടിന്റെ മുറ്റത്തേക്ക് കാറ് പോവില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ വീടിന്റെ മുറ്റത്തേക്ക് കാറ് പോവില്ല. കുറെ അപ്പുറത്ത് കാറ് അവിടെ അപ്പുറത്തെ നിർത്താൻ പറ്റുള്ളൂ, അത്ര സൗകര്യമുള്ളൂ. അവിടെ കാറ് നിർത്തി ഉള്ളാളം തങ്ങൾ ഉസ്താദ് കാറിൽ തന്നെ ഇരുന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നിങ്ങളെല്ലാവരും ഞങ്ങളിപ്പോ എന്നെ സമസ്തയിൽ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ ന്യൂസ് കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ. അപ്പൊ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉള്ളാളത്തുനിന്ന് വരികയാണ്, നിങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വരണം, ഉറൂസിന് വരണം. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ ചോദ്യം എന്തെന്നറിയോ? എവിടെ ഉള്ളാളത്തെ മുദർരിസ് എവിടെ? അപ്പൊ അവിടെ കാറിലിരിക്കുന്നുണ്ട്. വിളിക്ക് കുഞ്ഞുമോനെ, വിളിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉള്ളാളത്തെ തങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എന്തേ തങ്ങളെ നിങ്ങൾ അവിടെ ഇരിക്കണ്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടം വരെ വന്നാ പിന്നെ എന്റെ പൊരിയിലേക്ക് വരണ്ടേ? ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ആ ആലിമീങ്ങളൊക്കെയും ഒരു കിബിർ ഇല്ലാത്തവരാണ്, ഒരു ഹസദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൂരി ഇല്ലാത്തവരാണ്. അതുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിന് താജുൽ ഉലമ തങ്ങളോട് വലിയ സ്നേഹമാണ്. ഉള്ളാളം തങ്ങൾക്ക് തന്റെ ഉസ്താദായ കണ്ണിയത്ത് ഉസ്താദിനോട് വലിയ ബഹുമാനമാണ്. സുഹൃത്തുക്കളെ, അവരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനത്തെ ആലിമീങ്ങൾ സ്വർഗത്തിൽ വെച്ച് ദർസ് നടത്തുമ്പോ ആ മജ്ലിസുകളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ ഞങ്ങളെ കൂടി ചേർക്കണേ അല്ലാഹ്. 500 കിലോമീറ്റർ ദൂരമുണ്ട്. എവിടുന്ന്? മക്കയിൽ നിന്ന് എങ്ങോട്ട്? മദീനത്തേക്ക്. എത്ര കിലോമീറ്റർ? 500 കിലോമീറ്റർ ദൂരണ്ട്. എവിടുന്ന്? മക്കത്തുനിന്ന് എങ്ങോട്ട്? മദീനത്തേക്ക്. അല്ലാ, ആ കുട്ടിയതാ പറഞ്ഞ് നമ്മളെ നാസറിന്റെ മോൻ പെട്ടെന്ന് മക്കത്തും മദീനത്ത് പോകാൻ ആ കുട്ടിക്കും ആ കുട്ടിന്റെ പെഞ്ഞായിക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. 500 കിലോമീറ്റർ ദൂരത്തേക്ക് പോകുമ്പോ വലിയ ചരിത്രമാണ്. ഹബീബായ റസൂലുള്ള നട്ടപ്പാതിരയാണ്. സിദ്ദീഖ് തങ്ങളെ വീട്ടിന് വന്ന് മുട്ടുകയാണ്, വാതിലിന് മുട്ടുകയാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് നട്ടപ്പാതിരാക്കും അള്ളാഹുവിന്റെ ഉത്തരം കിട്ടിയേക്കാം, പടച്ചവന്റെ കൽപ്പന കിട്ടിയേക്കാം. റസൂലുള്ള വന്നിട്ട് നട്ടപ്പാതിരാക്ക് അതാ വാതിലിന് മുട്ടുമ്പോ സിദ്ദീഖ് തങ്ങൾ എണീക്കുകയാണ്, എഴുന്നേൽക്കുകയാണ്. ഡ്രസ്സും സാധനങ്ങളൊക്കെ തോൽപാത്രത്തിൽ ഇങ്ങനെ തോലിന്റെ സഞ്ചിയിലാക്കിയിട്ട് കെട്ടി, നാര് കൊണ്ട് കെട്ടി. ഈത്തപ്പന മരത്തിന്റെ നാര് കൊണ്ട് പെട്ടിയൊന്നുമില്ല, കുറെ തോൽ കൊണ്ടുള്ള പാക്കറ്റാണ് അതിന്റെ ഉള്ളിലാ പാത്രം. എന്ത് ഡ്രസ്സുകളും അത്യാവശ്യം ഡ്രസ്സും അത്യാവശ്യം ഗോതമ്പും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പൊ കെട്ടാൻ 1, 2, 3 കെട്ടായപ്പോ കെട്ടാനുള്ള കയറ് തികയുന്നില്ല. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങളെ മൂത്ത മോള്, അവരുടെ പേരെന്താ മോനെ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പൊന്നുമോളെ മൂത്ത മോളെ പേരാണ് ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ. എന്താ മൂത്ത മോളെ പേര്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. അസ്മാ ബീവിന്റെ പാവാടണ്ട്, പാവാട. ആ പാവാടയുടെ
ഒരു കഷ്ണം മെല്ലെ ഒരു ചീളിങ്ങോട്ട് ചീന്തിയെടുത്തിട്ട് മെല്ലെ ഒരിങ്ങനെ ബ്ലേഡ് പോലത്തെ അല്ലെങ്കിൽ കത്തി പോലത്തെ ഒരു സാധനം കൊണ്ട് മെല്ലെ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് കീറിയാൽ കീറാൻ പറ്റുമല്ലോ. അങ്ങനെ കീറിയിട്ട് ബാപ്പാന്റെ കയ്യിൽ കൊടുക്കുകയാണ് പൊന്നുമോള് ബീവി അസ്മാ. കൊടുക്കുമ്പോ കെട്ടാനുള്ള കയറുണ്ടാക്കി കൊടുക്കുമ്പോ റസൂലുള്ള സ്നേഹത്തോടെ വിളിച്ചു ആ പെൺകുട്ടിയെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്നേഹത്തിന്റെ ടൈറ്റിൽ കൊടുക്കുകയാണ്, ദാത്തുൻ നിതാഖൈൻ. പാവാടക്ക് 2 കയറുള്ള പെൺകുട്ടി. റസൂലുള്ള വിളിച്ച വിളിയാ. റസൂലുള്ള എന്ത് വിളിച്ചാലും സ്വഹാബത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റസൂലുള്ള വിളിച്ച വിളി എന്താണ്? അസ്മാ ബീവിക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന് പറഞ്ഞാൽ 2 കെട്ട് പാവാടക്ക് 2 കയറുള്ള പെൺകുട്ടി. കയറ് തന്നെ മനസ്സിലായില്ലേ? പഴയ കാലത്ത് ആണുങ്ങളെ ട്രൗസറിനും ഉണ്ടാവും ഒരു കയറിങ്ങനെ ഇങ്ങനെ ഇവിടെ കെട്ടലാണ് പഴയ കാലത്തുള്ളതിന്. ഇപ്പോഴും ഉണ്ടല്ലോ എന്തൊരു പേരുണ്ടായിരുന്നു അല്ലേ? അത് കെട്ടലല്ലേ? കെട്ടുന്നുണ്ടല്ലേ? ഉസ്താദുമാരും ചിലപ്പോൾ അങ്ങനെ എന്താക്കലുണ്ട്, പാൻ്റൊക്കെ ഇട്ടിട്ട് ഇത് കെട്ടലുണ്ട്. അൽഹംദുലില്ലാ, അത് നല്ലതാണ്. പെണ്ണുങ്ങൾക്കും നല്ലതാണ്. അവർക്ക് കാണാതിരിക്കാനൊക്കെ ബസ് കയറുമ്പോൾ അല്ലേ, പെണ്ണുങ്ങൾ ബസ് കയറുമ്പോഴൊക്കെ കാലിങ്ങനെ പൊക്കുമ്പോൾ പാൻ്റിട്ട് കയറൽ നല്ലതാണ്. അല്ലാഹു തആല നമ്മളെ സഹോദരിമാർക്ക് അവരെ ഔറത്ത് കാണിക്കാതെ സന്തോഷത്തോടെ റാഹത്തോടെ അള്ളാന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അങ്ങനെ പോയി 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 എവിടേക്ക് ആരാ പോണ്? മുത്ത് റസൂലുള്ള. എങ്ങോട്ടാ പോണ്? എത്ര മദീനത്തേക്ക? എത്ര കിലോമീറ്റർ? 100 500, നോട്ട് 100. എത്ര? 500. ഞങ്ങളെ നാട്ടിൽ 500 എന്ന് പറയും. 500 കിലോമീറ്റർ ദൂരമുണ്ട്. എങ്ങട്ട്? മക്കയിൽ നിന്ന് മദീനത്തേക്ക്. ഇവിടെ ഈ മജ്ലിസിൽ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മക്കത്തും മദീനത്തും പോകണം. പോയവർക്കും പോകാത്തവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. 2 ആൾ ഈ കൊല്ലം ഹജ്ജിന് പോയിട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് ജമാഅത്തിൽ നിന്ന് അല്ലാഹു തആല ഈ പരിസരത്തിൽ നിന്ന് പോയവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ പോവാ. ഗുഹ കയറണം. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന ഒരു വഴികാട്ടിയുണ്ട്. ആ വഴികാട്ടി പറഞ്ഞു, നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വേണ്ടി, സിദ്ദീഖ് തങ്ങളുടെയും തലയെടുക്കാൻ വേണ്ടി ഒരുപാട് 100 ഒട്ടകം പ്രതീക്ഷിച്ചുകൊണ്ട്, സമ്മാനം പ്രതീക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ പല ഭാഗത്തും ഓടിയിട്ടുണ്ട്, തെരഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഈ മല കയറിയാൽ ഇതിന്റെ മുകളിൽ ഒരു ഗുഹ ഉണ്ട്. ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന വഴികാട്ടി വന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഈ മല കയറിയാൽ അതിന്റെ മുകളിൽ എന്തുണ്ട്? അല്ലാഹു അങ്ങനെ വല്ല പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. ബിസ്മില്ലാ. ഒന്നും പറ്റൂല. ഇടി മിന്നലുണ്ടായാലും എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അല്ലാഹ് വേണ്ട കച്ചൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാത്തതിന്റെ അപ്പുറം ഒന്നും ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഓനെന്താ വല്ല മാലപ്പടക്കതിൻ്റെ ഉള്ളിൽ വെച്ചിക്കണോ? ഏതായാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പ്രത്യേക ജയങ്ങളൊക്കെ ഉണ്ടായതാണ്. അതിൻ്റെ ഉള്ളിൽ ഓൻ വല്ല പടക്കറ്റ വെച്ച് ഓനെ വിളിക്ക്. ആ കുട്ടി ഓപ്പറേറ്റർ വിളിക്കും. മൈക്കൻ്റെ ആളവിടെ പോയി അവനോട് പറയും, ശബ്ദം ഉണ്ടെന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ വല്ല മാലപ്പടക്കം വെച്ചിക്കണമെങ്കിൽ എടുക്കാൻ പറയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ കൂടെ പോവാണ് സിദ്ദീഖുൽ അക്ബർ. കുറെ അങ്ങോട്ട് ചെന്നാ പിന്നെ ഒരു ഗുഹന്റെ ഉള്ളിൽ കയറാനാ പറഞ്ഞത്. ആ ഗുഹന്റെ ഉള്ളിൽ 3 ദിവസം താമസിക്കാം. നബിയെ, തങ്ങൾ എത്ര ദിവസം? 3 ദിവസം രാവും പകലും അവിടെ താമസിക്കുക. അപ്പോഴേക്കും റസൂലുള്ളാഹിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ജനങ്ങൾ കുറെ മറന്നോളും. ആ മുഹമ്മദ് മരിച്ചു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മുഹമ്മദ് മദീനത്തെത്തി എന്ന് വിചാരിക്കും. മുഹമ്മദ് എന്ന മനുഷ്യനെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള അന്വേഷണം നിർത്തിവെക്കും. അങ്ങനെ മല കയറുകയാണ്. എത്ര?
ആ മല അവല് സുബൈക്ക് 4 മണിക്ക് സുബൈന്റെ മുമ്പ് 4 മണിക്ക് നമ്മൾ ആരെങ്കിലും മല കയറിയാലുണ്ടോ? റസൂലുള്ളാഹി ഹിജ്റ പോയപ്പോ മല കയറിയ ആ ജബൽ സൗർ മല ഗാർ അയാൾക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു. അതൊന്ന് വിളിച്ചാ നിങ്ങൾ, എന്തോ ചെറിയ ലൂസ് കണക്ഷൻ ആയിരിക്കും. അയാളൊന്ന് വിളിക്കും, നമുക്കൊരു ഡിസ്റ്റർബ് അല്ലേ, ശല്യല്ലേ. അയാൾ എവിടെ പോയി? എന്താ അവന്റെ പേര്? അവനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇപ്പൊ എന്തേ പറഞ്ഞ നമുക്ക് സമയം പോവാണ്, ടൈം പോവാണ്. എന്തേ മോനെ പറഞ്ഞേ? അള്ളാന്റെ ഹബീബായ റസൂലുള്ളാന്റെ കൂടെ സൗർ മല കയറുകയാണ്. മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കുകയാണ്, നിർത്തിയാണ്. അങ്ങനെ മല കയറുന്ന സമയത്ത് എത്ര മണിക്കൂറുകളോളം 2-3 മണിക്കൂർ കയറാനുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അങ്ങനെ കേറാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമ്മൾ ഹജ്ജിന് പോകുമ്പോ മല കയറാറ് പതിവുണ്ട്. എന്നാൽ ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പോ കയറൽ സുന്നത്താണ്. ആ മല ഇവിടെ കേറിയവരുണ്ടാകും, കേറിയവർക്കും കയറാത്തവർക്കും. പടച്ചവനെ, ജബൽ സൗർ കയറാൻ, മല കയറാൻ, അതേ ഗാർ ഹിറായിലെത്താൻ, ഹിറാ ഗുഹയിലും സൗർ ഗുഹയിലും എത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കേറുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ വലത്തോട്ടൊരു ചാട്ടം, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് ഒരു ചാട്ടം, കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിലേക്ക് ഒരു ചാട്ടം, കുറച്ച് കഴിയുമ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നോക്കണേ, ശ്രദ്ധിക്കണേ. കുറെ കഴിയുമ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചാടുകയാണ്, കുറെ കഴിയുമ്പോൾ റസൂലുള്ളാഹിന്റെ ബാക്കിലേക്ക് ആര് മേപ്പെട്ട് കേറുക? റസൂലുള്ളാഹിയും കേറുന്നുണ്ട്, സിദ്ദീഖ് തങ്ങളും കേറുന്നുണ്ട്. ആ കേറുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചാടുകയാണ്. കുറച്ച് കഴിയുമ്പോ ബാക്കിലേക്ക് ഓടുകയാണ്, കുറച്ച് കഴിയുമ്പോ വലത്തെ ഭാഗത്തേക്ക് ഓടുകയാണ്. അങ്ങനെ രണ്ടാളും കയറ്റം കേറിക്കൊണ്ടിരിക്കുക. അപ്പോഴാ ചോദിക്കുന്ന റസൂലുള്ളാഹി ചോദിക്കുകയാണ്, സിദ്ദീഖേ, നിങ്ങൾ എന്തേ എന്റെ മുമ്പിലേക്കും എന്റെ ബാക്കിലേക്കും, നിങ്ങൾ എന്തേ എന്റെ വലത്തെ ഭാഗത്തേക്കും എന്റെ ഇടത്തെ ഭാഗത്തേക്കും ഇങ്ങനെ ഓടുന്നു, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു, തുള്ളിക്കൊണ്ടിരിക്കുന്നു? അപ്പൊ പറയാണ്, യാ റസൂലല്ലാഹ്, സിദ്ദീഖ് തങ്ങൾ പറയാണ്, അവിടത്തെയുടെ ഇങ്ങനെ മല കയറുമ്പോ അവിടെ നിന്ന് എന്റെ മുമ്പിൽ നിൽക്കുമ്പോ മുമ്പിലൂടെ റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ ശത്രുക്കൾ വരുമോന്ന് പേടി തോന്നുമ്പോ ഞാൻ മുന്നിലേക്ക് ചാടുകയാണ് നബിയെ. നമ്മളെ ബാക്കിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ പിന്നിലൂടെ എന്ന് തോന്നുമ്പോ ഞാൻ പിന്നിലേക്ക് ചാടുകയാണ്. അങ്ങനെ രണ്ടാളും കുറെ കേറി സുഹൃത്തുക്കളെ, കുറെ കഴിയുമ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ കാണുന്നു റസൂലുള്ളാഹി മുമ്പിൽ ഇങ്ങനെ, അതിങ്ങനെ ചെങ്കുത്തായ കയറ്റാണ്. 4 മണിക്ക് നമ്മൾ കയറാൻ തുടങ്ങിയാൽ അവിടെ 6 മണിക്കും ആവും ചിലപ്പോ എത്താൻ, ആ മലയുടെ മുകളിലെത്താൻ. അള്ളാഹുവോടൊക്കൊന്ന് പോകാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോയവർക്കും പോകാത്തവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. കുറെ അങ്ങോട്ട് ചെന്നപ്പോഴാ സിദ്ദീഖ് തങ്ങൾ കണ്ടത്. എന്തേ കണ്ടത്? റസൂലുള്ളാഹി കേറുകയാണ്. റസൂലുള്ളാഹിന്റെ കാലിലേക്ക് നോക്കുമ്പോ, സിദ്ദീഖ് തങ്ങൾ കാലിലേക്ക് നോക്കുമ്പോ ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട കാലിന്റെ അടിയില് ആ മലയുടെ മുകളിലുള്ള കൂർത്ത പാറക്കല്ലുകൾ തട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ കാലിന്റെ അടിയിൽ മുറിവുകളുണ്ട്, ചോര ഒലിക്കുന്നുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, ഗാർ സൗർ കണ്ടവർക്കറിയാമല്ലോ, ഗാർ സൗർ എത്ര ഉയരമുള്ളതാ. അത് കേറാൻ ഇപ്പൊ അവിടെ സ്റ്റെപ്പ് ഉണ്ട്. പാകിസ്ഥാനികൾ സ്റ്റെപ്പ് വെച്ചതാ. ഇപ്പൊ 1 കൊല്ലമായി സൗദി അറേബ്യയിൽ റോഡാക്കിയിട്ടുണ്ട്, മേപ്പോട്ട് കേറാൻ റോഡാക്കിയിട്ടുണ്ട്. അന്ന് റോഡുകളില്ല, അന്ന് സ്റ്റെപ്പുകളില്ല. ഹബീബായ തങ്ങൾ കേറുമ്പോ ഹബീബായ തങ്ങളെ കാലിന്റെ അടിയിൽ മുറിവുണ്ടായിട്ടുണ്ട് എന്ന് കണ്ടപ്പോ എന്തേ ചെയ്തത്? സിദ്ദീഖ് തങ്ങൾ എന്തേ ചെയ്തത്?
എന്നറിയോ? വാരിയെടുക്കുകയാണ്. ഒരു കിടാവിനെ ഉമ്മ വാരിയെടുക്കും പോലെ, ഒരു കുഞ്ഞിനെ ഒരു ബാപ്പ വാരിയെടുക്കും പോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ ആര് വാരിയെടുക്കുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വാരിയെടുക്കുകയാണ്. ഹബീബായ തങ്ങളെ വാരിയെടുത്തുകൊണ്ട് ആ മല കയറുകയാണ്. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മല കയറുകയാണ്. അത്യാവശ്യം ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും വല്ല രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും, ചിലപ്പോ മുദാഫഅത്തുൽ ഹദസ് ഉണ്ടാവും. ഞാനൊന്നും ഒക്കെ ഉള്ളതിനല്ലേ ഇപ്പത് മുദാഫഅത്തുൽ ഹദസ് എന്ന് പറഞ്ഞാൽ എന്താ പോയ ഒന്നുമല്ല, കക്കൂസ് പോകാൻ മുട്ടുന്നുണ്ടാവും എന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. മനുഷ്യന്മാരല്ലേ, നമ്മളാരും മലക്കുകളല്ലല്ലോ. മലക്കുകൾ പോവൂല, പഠിച്ചു വെച്ചോ, പോവൂല. കാരണം അവർ നോട്ട് ഈറ്റിംഗ് നോട്ട് ഡ്രിങ്കിങ്, കുടിക്കുക തിന്നുക അങ്ങനത്തെ പരിപാടിയൊന്നും അവർക്കില്ല. അബ്ദുല്ലാജിയെ അവർ കല്യാണം കഴിക്കുമോ? മലക്കുകള് മംഗലം കഴിക്കുമോ? എന്താ മംഗലം കഴിക്കാത്ത? മലക്കുകളെ കൂട്ടത്തിൽ പെണ്ണ് ആണ് അങ്ങനത്തെ ഒരു വർഗം തന്നെ ഇല്ല. നമ്മള് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആണുണ്ട് പെണ്ണുണ്ട്. ജിന്നുകളെ കൂട്ടത്തിൽ ആണുണ്ട് പെണ്ണുണ്ട്. പിന്നെ ആണെന്ന് പറഞ്ഞൊരു വർഗം വേറെ, പെണ്ണ് എന്ന് പറഞ്ഞൊരു വർഗം വേറെ ഉണ്ടാകുമ്പോഴല്ലേ വികാരം ഉണ്ടാവുള്ളൂ. അബ്ദുല്ലാജിയർ പറഞ്ഞ എന്താ വികാരമില്ല? എന്തുകൊണ്ടാ വികാരമില്ലാത്തത്? ആണ് പെണ്ണ് രണ്ടാഴ്ച ഇല്ലാത്തതുകൊണ്ട്. പൂവങ്കോഴി ചേക്കോഴി ആണ് കോഴി, പെണ്ണ് കോഴിനെ കണ്ടുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ്, ഒരു തവാഫൊക്കെ ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്ന എന്താ കാരണം? ആ കോഴിയുടെ കൂട്ടത്തിൽ ആണുണ്ട് പെണ്ണുണ്ട്, പൂച്ചയുടെ കൂട്ടത്തിൽ ആണുണ്ട് പെണ്ണുണ്ട്, മീനിന്റെ കൂട്ടത്തിൽ ആണുണ്ട് പെണ്ണുണ്ട്. മലക്കുകളെ കൂട്ടത്തിൽ ആണ് എന്നൊരു വർഗം അല്ലെങ്കിൽ പെണ്ണ് എന്നൊരു വർഗമില്ല. സുഹൃത്തുക്കളെ, ഞാൻ അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാരാകുമ്പോ പല പ്രയാസങ്ങൾ ഉണ്ടാകും. അത് സാധാരണക്കാരാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും റബ്ബേ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഏത് രോഗങ്ങളുണ്ടെങ്കിലും റബ്ബേ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ആ മലങ്ങനെ കേറാണ് റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? എന്തേ പറഞ്ഞത്? എന്തേ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞത്? സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ അടുത്തെത്താൻ വേറെ ഒരാൾക്കും അന്നത്തെ ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നിങ്ങൾ എല്ലാ ത്യാഗങ്ങളും ചെയ്തുകൊണ്ട് ആ മല കയറുന്ന സമയത്ത് അതാ ഗാറ് സൗർ മല കയറിയവര് പലരും ഇവിടെ ഉണ്ടാകുമല്ലോ. ആ മല കാണുമ്പോ തന്നെ പേടിച്ചു. കേറാനല്ല പണി, കേറി മുകളിലാണ്ട് എത്തിയാലല്ലേ, മുകളിലാണ്ട് എത്തിയാൽ കീഴ്പ്പെട്ട് നോക്കിയാൽ തല ചുറ്റിപ്പോകും, കീഴോട്ട് നോക്കിയാൽ തല ചുറ്റിപ്പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയാണ്, ഓ സിദ്ദീഖേ, അന്നത്തെ ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, റസൂലുള്ളാഹിന്റെ ജീവന് വേണ്ടി നിങ്ങൾ ഹബീബായ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആ ഗാറ് സൗർ ജബൽ സൗർ കയറുമ്പോ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് റസൂലുള്ളാഹിനെ താങ്ങിയിട്ട് ആ മലയുടെ ശിഖരം, ആ മലയുടെ മുകളിൽ വരെ കൊണ്ടുപോയില്ലേ? നിങ്ങളുടെ അടുത്തേക്ക് ദറജയുടെ വിഷയത്തിൽ, ബഹുമാനത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അടുത്തേക്ക് എത്താൻ ഒരാൾക്കും സാധ്യമല്ല. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ്. അൽഹംദുലില്ലാഹ്, അവരെല്ലാരും ചൊല്ലില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ കൊണ്ട് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ബേജാറുകളെ റാഹത്താക്കണേ അല്ലാഹ്. ഞാൻ വയത് പറയുന്നില്ല, എന്താ പറയാത്തത് വെച്ചാൽ നമ്മളെ ശീരണി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ റെഡിയാകാൻ പാക്കറ്റായി കഴിഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എല്ലാ ദുആയും കഴിഞ്ഞിട്ട് പോകുമ്പോ ശീരണി പാക്കറ്റ് ആക്കിയാൽ മതി. അതുകൊണ്ട് അല്ലാഹു തആല ശീരണി കൊണ്ട് കഴിക്കുന്നവർക്ക് അല്ലാഹു തആല രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. അതൊരു നല്ല സിദ്ധൌഷധം ആക്കണേ അല്ലാഹ്. റിഫായി ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് മൻ ഖബ്ബല യദൈനി, യദൈനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യദൈനി
യദൈൻ എന്താ അർത്ഥം? യദൈൻ എന്താ മോനെ അർത്ഥം? വലദൈൻ എന്താ അർത്ഥം? വലദൈൻ അല്ലെങ്കിൽ വലദാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയില്ല. യദൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ എന്നർത്ഥം. യദൈൻ രണ്ട് കൈ. റസൂലുള്ളാഹിന്റെ രണ്ട് കൈയും ചുംബിച്ച ആളാണ് ആര്? റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു. ഹുവർ റിഫാഈ ഹുവൽ കബീറു മൻ ഖബ്ബലൽ യദൈനി വശഹീറു ചല്ലി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി. അപ്പുറത്തെ പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു തആല റിഫാഈ ശൈഖ് ഞങ്ങളെ ബറക്കത്ത് കൊണ്ട് എല്ലാ ബറക്കത്തും ഖൈറും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, എന്റെ പെങ്ങന്മാരെ, ആ റിഫാഈ ശൈഖ് ഉമ്മാന്റെ പള്ളയിൽ കുട്ടിയായ സമയത്ത്, 6ാമത്തെ മാസമായ സമയത്ത് ഗർഭം വായറ്റിൽ ജേനി 4ാം മാസത്തിൽ പള്ളന്റെ ഉള്ളിൽ 6ാമത്തെ മാസമായപ്പോ ഗർഭം വയറ്റിൽ ജേനി 4ാം മാസത്തിൽ ഗുണമുള്ള തായാറി ദാരെന്ന് കേട്ടോവർ. റിഫാഈ മാലയിലുള്ള വരിയ ഗുണമുള്ള തായാർ ഇതാരെന്ന് കേട്ടോവർ. ഈ കുട്ടിനോട് ചോദിക്കുക, ഉമ്മ ചോദിക്കുക. തായാർ എന്ന് പറഞ്ഞാൽ ഉമ്മ ചോദിക്കുക, മോനെ ആരാണ്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആരോട്? സ്വന്തം പള്ളന്റെ ഉള്ളിലുള്ള കുഞ്ഞിനോട്. ആ ചെറിയ കുഞ്ഞ് പറയാണ്, മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകന റഹ്മത്തുൽ കബീറെന്ന് കേട്ടോവർ. ഞാൻ ആൺകുട്ടിയാണ്, നിങ്ങളെ മോനാണ്, നിങ്ങളെ മോളല്ല, നിങ്ങളെ മോനാണ്, ഞാൻ ആൺകുട്ടിയാണ്, പെണ്ണുകുട്ടിയല്ല, ഞാൻ അഹ്മദുൽ കബീറാണ്. അഹ്മദുൽ കബീർ അങ്ങനെയാണ് ദുനിയാവിലേക്ക് വന്നത്. ഇൻഷാ അല്ലാഹ് അഹ്മദുൽ കബീർ തങ്ങളെ കൊണ്ട് അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അമല് വേറല്ല. ഇവിടെ എല്ലാ വെള്ളിയാഴ്ച രാത്രി സ്വലാത്ത് ഉണ്ടാവും അല്ലേ? എന്താ അല്ലാഹ് പറഞ്ഞത്? ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആലയും വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, അല്ലാഹുവിന്റെ മേലിൽ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് ചെയ്തോളണം, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളണം. വസല്ലിമു തസ്ലീമാ, നിങ്ങൾ സലാം ചൊല്ലിക്കൊള്ളണം. അങ്ങനത്തെ ഒരു അമല് വേറെ ഏതാണുള്ളത്? എങ്ങനെ മനസ്സിലായ നിങ്ങൾക്ക്? അള്ളാഹു ചെയ്യുന്നുണ്ട്, അള്ളാഹ് പറയാണ് അള്ളാഹു ചെയ്യുന്നുണ്ട്, പിന്നെ ആര് ചെയ്യുന്നുണ്ട്? മലക്കുകളും ചെയ്യുന്നുണ്ട്. എന്ത്? സ്വലാത്ത്. അത് നിങ്ങളും ചെയ്യണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. നിസ്കാരത്തിനെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹ് അങ്ങനെ പറഞ്ഞോ? അള്ളാഹു തആല നിസ്കരിക്കുന്നുണ്ട്, മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നോമ്പിനെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞോ? ഇന്നല്ലാഹ വമലായികതഹു യസൂമൂന ഫീ ശഹ്രി റമളാൻ ഫസൂമു ഫീ ശഹ്രി റമളാൻ, അങ്ങനെ പറഞ്ഞോ? അല്ലാഹു റമളാനിൽ നോമ്പ് നോൽക്കുന്നുണ്ട്, മലായികത്തും നോമ്പ് നോൽക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് നോൽക്കണം, അങ്ങനെ പറഞ്ഞോ? ഇല്ല. അല്ലാഹു ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യണം, അങ്ങനെ പറഞ്ഞോ? ഇല്ല. സ്വലാത്തിനെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹ് പറയാണ് അല്ലാഹു ചെയ്യുന്നുണ്ട്, മലായികത്തുകളും സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണേ. വലിയ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസല്ലേ സ്വലാത്തിന്റെ മജ്ലിസ്. എല്ലാ സഹോദരന്മാരും, ഈ പള്ളിന്റെ അടുത്ത് ആകെ 10-25 ചെറിയ വീടുകൾ മാത്രമാണുള്ളത്. ഈ ജമാഅത്തിലുള്ള ആൾക്കാർ മുഴുവനും ബോവിക്കാനെത്തും, അതുപോലെ മെയിൻ റോഡിന്റെ വക്കത്തുമാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജോലി അവിടെ ആയതുകൊണ്ട് പോയതാണ്. അല്ലാഹു തആല അവരെ ജോലികളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്.
നമ്മളെ മൊയ്തു ഹാജി സ്ഥാപിച്ച ഒരു ബദിരിയ എന്ന് പറയുന്ന ഫർണിച്ചറിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ ഭോവിക്കാനത്തായാലും വേണ്ടിയില്ല, ആലം ദുനിയാവിൽ എവിടായാലും വേണ്ടിയില്ല, ഏത് ജോലിയാണെങ്കിലും അല്ലാ, എനിക്കും എന്റെ അനുജന്മാരൊക്കെയുണ്ട്, ഗൾഫിലുണ്ട്, രോഗികളാണ്, ശിഫയാക്കണേ അല്ലാ. ഈ നാട്ടുകാരും ഞങ്ങളെ നാട്ടുകാരും കൂട്ടുകുടുംബങ്ങളുമായ സഹോദരങ്ങൾ പല സ്ഥലത്തുണ്ട്. അവർക്കൊക്കെ നീ എല്ലാ നിലക്കുള്ള കാവലുകൾ നൽകണേ അല്ലാ. ശരീരത്തിന്റെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മനസ്സിന്റെ ബേജാറുകൾ റാഹത്താക്കണേ അല്ലാ. പിന്നെ നിങ്ങൾ ഗൾഫിലാകട്ടെ, നിങ്ങൾക്ക് ഗൾഫിൽ പോയാൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടെ ആരും ഇനി ഗൾഫിൽ പോയാലും വേണ്ടില്ല, പോയില്ലെങ്കിലും വേണ്ടില്ല, മൂപ്പർക്ക് മക്കത്തും മദീനത്തും പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും പോണ്ടേ, മക്കത്തും മദീനത്തും പോകാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തി കേണമേ. പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ മക്കത്തേക്ക് പോയാൽ വളരെ കുറവാണ്. കാറ്റ്, അപ്പൊ കാറ്റിനോട് ഒരാൾ പാട്ടുപാടി, നീ മക്കത്ത് പോയിട്ടുണ്ടോ, നീ മക്കത്ത് പോയിട്ടുണ്ടോ? കാറ്റിനോട് ഒരാൾ പഴയ കാലത്ത് അല്ലേ, നമ്മളെ ചെറുപ്പത്തിൽ ഒരു പാട്ടില്ലേ, ചെറുപ്പത്തിൽ അല്ലേ, കാറ്റിനോട് പാട്ട്. കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മദ്ഹൂറും ഖിസ്സ പറഞ്ഞാട്ടെ. കാരക്ക കായ്ക്കുന്ന നാട് അതേതാ? അത് മക്കയാണ്, അത് മദീനയാണ്, അതാണ് അല്ലേ. നിങ്ങളൊന്ന് ഉറക്കെ പാടിക്കാണ്, എന്റെ കൂടെ പാടിയാൽ മതി. കാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മദ്ഹൂറും ഖിസ്സ പറഞ്ഞാട്ടെ. അല്ലാഹു അവിടൊക്കെ പോകണം, അവിടുത്തെ കിസ്സകൾ പറയണം. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ പേരാണ് ബദറിൽ ഷഹീദായ 63ാമത്തെ വയസ്സുള്ള ഒരു സ്വഹാബിയുടെ പേരാണ് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു അവരൊക്കെ സ്വലാത്ത് ചൊല്ലി വിജയിച്ചവരാണ്. ഉസ്താദ് അവിടെ ഏത് സ്വലാത്താ കൂടുതൽ ചൊല്ലൽ? വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലി, അതാണ് സ്വലാത്ത്. അള്ളാഹിന്റെ റസൂലിന്റെ പേരിലും അഹ്ലുൽ ബൈത്തിന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലും അവിടുത്തെ സ്വഹാബത്തിന്റെ പേരിലും വആലിഹി വസഹ്ബിഹി അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ പേരിലും സ്വലാത്ത് സലാമുകൾ നീ നൽകണേ അല്ലാഹ്. അതാ പറഞ്ഞു. അത് നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു വെള്ളിയാഴ്ച രാത്രി നിങ്ങൾ അത് ചെല്ലുമ്പോൾ മനസ്സിൽ കരുതുക, എന്റെ മകന് വേണ്ട ബറക്കത്തുള്ളൊരു പെണ്ണിനെ കിട്ടണം, കിട്ടും ഇൻഷാ അല്ലാഹ്. എന്റെ മകൾക്ക് വേണ്ട ബറക്കത്തുള്ള പുതിയ പെണ്ണെ കിട്ടണം. മനസ്സിൽ കരുതിയിട്ട് വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലിയാൽ ഓർത്തൊന്ന് നോക്ക്, സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ. സ്വർഗത്തിനേക്കാളും വിലയാണ് സ്വലാത്തിന്. എന്റെ ഈ കാലിന്, അടുത്തേ കാലിന്റെ തള്ളവരലിന് സർജറി ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പഴുത്തപ്പോൾ ഈ ഭാഗം ചെത്തിക്കളയണം, കട്ടാക്കി കളയണം. അങ്ങനെ ആ സൈഡ് കട്ടാക്കി കളഞ്ഞു. 4 കൊല്ലം. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല, അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞപ്പോഴേക്കും കിടാക്കൾ എൻ്റെ വിരലിമൊക്കെ നോക്കണം. ഇപ്പൊ നോക്കിയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. ആ കിടാക്കളെ കാലിനും നമ്മൾ ആരെ കാലിനും കയ്യിനും മൂക്കിനും നാക്കിനൊക്കെ സംരക്ഷണം ഹിഫ്ള് നൽകണേ അല്ലാഹ്. ആ ഡോക്ടർ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് സുഖാവും, ഒരു 7 ദിവസം സുഖാവും. നിങ്ങൾ മറ്റന്നാളൊന്ന് വരണം, സർജറി കഴിഞ്ഞിട്ട്. ഈ കാലുമ്മൽ മാത്രമുള്ള സർജറിയാ, വിരലുമ്മൽ മാത്രമുള്ള സർജറിയാ. നിങ്ങൾ മറ്റന്നാളൊന്ന് വരണം, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരണം എന്ന് പറഞ്ഞു. മറ്റന്നാളെ ചെന്ന് അപ്പൊ നോക്കുമ്പോൾ മുറിവ് ഉണങ്ങിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു മുറിവ് സുഖമായിട്ടില്ല, നിങ്ങൾ മറ്റന്നാൾ ഒന്നും കൂടി വരണം എന്ന് പറഞ്ഞു. മറ്റന്നാളെ പോയി. അപ്പോൾ നോക്കിയപ്പോൾ മുറിവ് ഉണങ്ങിയിട്ടില്ല, സുഖമായിട്ടില്ല. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു മറ്റന്നാളങ്ങൾ ഒന്നും കൂടി വരണം, ഈ ഡ്രസ്സിങ് ഒന്ന് മാറ്റിക്കെട്ടണം. അങ്ങനെ മറ്റന്നാളെ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു മുറിവ് സുഖമായിട്ടില്ല, മറ്റന്നാളെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് മറ്റന്നാളെയായി. 1 മാസം കഴിഞ്ഞു. എനിക്ക് ബേജാറായി, എന്താ ഇത് ഉണങ്ങുന്നില്ല, ഇത് മുറിവ് സുഖമാകുന്നില്ല.
ഞാൻ ജുമുഅക്ക് പോയിട്ട് 4 വെള്ളിയാഴ്ച കഴിഞ്ഞു സുഹൃത്തുക്കളെ. അപ്പോഴാണ് കൊല്ലം ജില്ലയിലെ ഏരൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒരു ടെലിഫോൺ കോള് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ മദനി ഉസ്താദിന്റെ ടെലിഫോൺ കോള് വരികയാണ്. ആ ഉസ്താദ് പറയാണ്, ഒക്ടോബർ 5-നും 6-നും 2 ദിവസം ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ബദരീങ്ങളെ ചരിത്രം പറയണം. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ എങ്ങോട്ടും പോകാറില്ല, ഒരു തിങ്കൾ കഴിഞ്ഞു. ഒരു തിങ്കൾ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 1 മന്ത്, മനസ്സിലായോ? 1 മന്ത് കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. അതിന് മംഗലാപുരത്തെ മുസ്ലിമീങ്ങൾ പറയും ഒരു തിങ്കൾ എന്ന്. അപ്പൊ ഒരു തിങ്കൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞു. ഞാൻ 4 ആഴ്ചയായി പള്ളിയിൽ പോയിട്ടില്ല, ജുമുഅക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഉസ്താദെ ഇപ്പൊ ഞാൻ വരൂല. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ബദരീങ്ങളെ മദ്ഹ് പറയുന്ന ആളല്ലേ? ആ ശംസുദ്ദീൻ മദനി ഏരൂർ എന്ന നാട്ടുകാരനാണ്. ആ ഉസ്താദിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഉസ്താദ് ബദരീങ്ങളെ പേരുകൾ ഇങ്ങനെ ടെലിഫോണിലൂടെ ചൊല്ലിത്തന്നിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ ബദരീങ്ങളെ മദ്ഹ് പറയുന്ന ആളല്ലേ? നിങ്ങളെ രോഗം, നിങ്ങളെ മുറിവ് സുഖമാകണം, സുഖമാകാതിരിക്കാൻ പറ്റൂല. ആ 2 ഡേറ്റ് ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു, ഒക്ടോബർ 5-ഉം 6-ഉം. അതുകൊണ്ട് നിങ്ങൾ വരണം. ഇതാ നോട്ടീസ് പ്രിന്റ് ആക്കാൻ പോവാണ്, വാൾ പോസ്റ്റർ പ്രിന്റ് ആക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഉറപ്പ് പറയുകയാണെങ്കിൽ സുഖാവുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പൊ ആ ഉസ്താദ് പറയാണ്, ബദറിൽ ഷഹീദായ 14 ശുഹദാക്കളുണ്ട്. എത്ര? 14 ശുഹദാക്കളുണ്ട്. ആ ശുഹദാക്കളെ പേര് ചൊല്ലിയിട്ട് ഈ കയ്യിലൂതുക. ആ കൈ കൊണ്ട് ആ ഇടത്തെ കാലിന്റെ വിരലിന്മേലൊന്ന് തടവുക. അങ്ങനെ അന്ന് ളുഹർ മുതൽ അസർ വരെ, മഗ്രിബ് വരെ, ഇശാ വരെ, രാത്രി ഉറങ്ങുന്നത് വരെ, 10:15 വരെ ഞാൻ ബദരീങ്ങളെ പേര് ചൊല്ലി ഞാൻ അവരെ പേര് ചൊല്ലാൻ പോവാണ്. നിങ്ങളെല്ലാരും റളിയല്ലാഹു ചൊല്ലണം. ബിമനുഷ്ഹിദു ബിഉബൈദത്തിൻ. ഒന്നാമത്തെ ആളെ പേരാണ് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, മിഹ്ജഅ റളിയല്ലാഹു അൻഹു, ആഖിൽ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു, യസീദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അതേ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു. അങ്ങനെ ബിമനുഷ്ഹിദു ബിഉബൈദത്തിൻ വബിമിഹ്ജഇൻ വമുഅവ്വിദിൻ വകദാ ബിസഫ്വാനിൻ മഈൻ ഔഫിൻ വസഅദിൻ ثم يزيد الأشجعي عنهم رضا قدوس منك إلهنا عجل بفتح منك يا رحماننا وبذي الشمالين الجريب عميرهم نجل الحمام وحارثة وعميرهم وبرافع